കോഴിക്കോട് മലയോര മേഖലകളിലും തീരപ്രദേശത്തും കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. മരം വീണ് 21-ലധികം വീടുകൾ തകർന്നു. കുറ്റ്യാടി, വിലങ്ങാട്, പൂനൂർ, ഇരുവഴഞ്ഞി, ചാലിയാർ പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ആദ്യം ബ്ലൂ അലർട്ടും പിന്നീട് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ പാലത്തിൽ വെള്ളം കയറി. പാറക്കടവ് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സ്കൂൾ ബസ് വഴിയിൽ കുടുങ്ങി. 25ഓളം കുട്ടികളെ സുരക്ഷിതരായി മാറ്റി. കല്ലാച്ചി ഈയംകോട് റോഡിൽ വെള്ളക്കെട്ടിലൂടെ നിറയെ വിദ്യാർത്ഥികളുമായി അപകടകരമായ രീതിയിൽ ജീപ്പ് യാത്ര. വടകര ചെമ്മരത്തൂരിൽ അയനിയുള്ളതിൽ കുമാരന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താണു. കോഴിക്കോട് കാപ്പാട് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. വെറ്റിലപ്പാറ പീടികക്കണ്ടിയിൽ ആലിയുടെ പറമ്പിലെ തെങ്ങ് കാറ്റിൽ മുറിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീണു. അത്തോളി ചീക്കിലോട് റോഡിന് കുറുകെ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 77 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 40ഓളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. ജനങ്ങൾ അതീവ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.